അത് എന്നെ ശുദ്ധീകരിക്കണമെന്ന് ലജ്ജയില്ലാതെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുമ്പോഴും ബ്രാഹ്മണ സ്തുതി നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് കാവാരിക്കുളം കണ്ടൻ കുമാരനോടുള്ള അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ അപമാനിക്കലാണ്. അപ്പൊ കർമ്മ സിദ്ധാന്തം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു പറ്റിക്കൽ സിദ്ധാന്തമാണ്. നമ്മൾ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കല് നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തേണ്ട വരുമാന മാർഗങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത്. അതിൽ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളത് എൻ്റെ എന്തോ കഴിവാണെന്ന്. തീർച്ചയായിട്ടും അയാളുടെ കഴിവുണ്ട്. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും അതിനു മുമ്പ് നടന്ന വലിയ പോരാട്ടങ്ങളുടെയും ഫലമായിട്ട് സമുദായത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് അയാൾക്ക് ജോലി കിട്ടുന്നത്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഈ യോഗത്തിൻ്റെ മോഡറേറ്റർ KM ട്രസ്റ്റിൻ്റെ ആദരണീയനായ ചെയർമാൻ ശ്രീ ചെങ്ങന്നൂർ ഗോപിനാഥ്, യോഗ ഉദ്ഘാടനം ചെയ്ത ചെങ്ങന്നൂർ നഗരസഭയുടെ ബഹുമാനപ്പെട്ട ഉപാധ്യക്ഷൻ ശ്രീ K ശിവരാജൻ, സ്വാഗതം ആശംസിച്ച KM ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ശ്രീ CB ഗോപൻ, KM ട്രസ്റ്റിൻ്റെ ട്രഷറർ ശ്രീ CP തങ്കപ്പൻ, മറ്റ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ, പ്രിയമുള്ള എൻ്റെ ആത്മസഹോദരങ്ങളെ, KM ട്രസ്റ്റിൻ്റെ കഴിഞ്ഞ പരിപാടിയിലും ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അതിൻ്റെ സന്തോഷവും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തട്ടെ. കേരള നവോത്ഥാനവും മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരനും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആലോചനാ വിഷയം. നമ്മൾ ആദ്യമേ തന്നെ വ്യക്തത വരുത്തേണ്ട ഒരു സങ്കല്പന, ഈ നവോത്ഥാന കേരളം എന്ന് പറയുന്ന സങ്കല്പമാണ്. നവോത്ഥാന കേരളം, ആ സങ്കല്പനത്തെ ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ മാത്രമേ ആ ചരിത്ര സന്ദർഭത്തിനകത്ത് കാവാരിക്കുളം കണ്ടൻ കുമാരൻ എന്ന് പറയുന്ന ആ ചരിത്ര പ്രതിഭയുടെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ആഴത്തിൽ തിരിച്ചറിയാൻ കഴിയൂ എന്നുള്ളതാണ്. എന്താണ് നവോത്ഥാനം എന്ന് പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു പുതിയ ഉണർവാണ്. പഴയകാലത്തെ യാഥാസ്ഥിതികമായ സങ്കല്പങ്ങളിൽ നിന്നല്ല, യാഥാസ്ഥിതികമായ മൂല്യങ്ങളിൽ നിന്നല്ല, യാഥാസ്ഥിതികമായ ജീവിത രീതികളിൽ നിന്നെല്ലാമുള്ള മോചനവും പുതിയ ചിന്തകളിലേക്കും പുതിയ ജീവിത മൂല്യങ്ങളിലേക്കും പുതിയ സാമൂഹ്യ വ്യവസ്ഥകളിലേക്കുമുള്ള പരിവർത്തനത്തിൻ്റെ പേരാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പം നവോത്ഥാനം പഴയതിൻ്റെ തുടർച്ചയല്ല. നവോത്ഥാനം പഴയതിനെ സമ്പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് പുതിയൊരു വ്യവസ്ഥാക്രമത്തെ സൃഷ്ടിക്കലാണ്. അതാണ് നവോത്ഥാനം എന്ന് പറയുന്നത്. പൊതുവെ നവോത്ഥാനം ഒരു പഴകിത്തേഞ്ഞ വാക്കായിട്ട് മാറിക്കഴിഞ്ഞു. ഉത്തരേന്ത്യയിൽ, പ്രത്യേകിച്ച് ബംഗാളിലൊക്കെ കേന്ദ്രീകരിച്ച് നടന്ന നവോത്ഥാനമല്ല കേരളത്തിൽ നടന്ന നവോത്ഥാനം എന്ന് പറയുന്ന പ്രക്രിയ. ഉത്തരേന്ത്യയിൽ ബംഗാൾ ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം എന്ന് പറയുന്നത് ഇതിഹാസ പുരാണ പാഠങ്ങളെയും, ഞാൻ പറഞ്ഞു വന്നത് ബംഗാൾ ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം എന്ന് പറഞ്ഞ പ്രക്രിയ അടിസ്ഥാനപരമായിട്ട് പഴയകാലത്തെ സാമൂഹ്യ വ്യവസ്ഥകളെയും പഴയകാലത്തെ സാമൂഹ്യ ഭാവനകളെയും വീണ്ടും സമൂഹത്തിൽ പുനഃപ്രതിഷ്ഠിക്കുന്ന ഒന്നായിരുന്നു ബംഗാൾ ഭദ്രലോകിൻ്റെ നേതൃത്വത്തിൽ നടന്ന നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദനെ വലിയ നവോത്ഥാന നായകനായിട്ടാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. അദ്ദേഹം കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും തെറ്റിദ്ധരിച്ചു. കേരളം ഒരു ജാതിഭ്രാന്തന്മാരുടെ നാടായതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയമാണ് എന്ന് പറഞ്ഞത് എന്ന് നമ്മൾ ആഴത്തിൽ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ജാതി വ്യവസ്ഥ ഇല്ലാത്ത സ്ഥലത്തു നിന്നാണോ വിവേകാനന്ദൻ കേരളത്തിലേക്ക് വന്നത്? അല്ല, ബംഗാളിൽ അതിഭീകരമായി ജാതി വ്യവസ്ഥ നിലനിന്ന സ്ഥലമാണ്.
ഭീകരമായി ജാതി വ്യവസ്ഥ നിലനിന്ന സ്ഥലമാണ് ബംഗാൾ. ആ ബംഗാളിൽ നിന്നാണ് വിവേകാനന്ദൻ എങ്ങോട്ട് വന്നത്? കേരളത്തിലേക്ക് വന്നത്. അപ്പൊ ജാതി വ്യവസ്ഥ ഇല്ലാത്ത സ്ഥലത്തു നിന്ന് കേരളത്തിൽ വന്ന് കേരളത്തിൽ ജാതി വ്യവസ്ഥ ഉണ്ട് എന്ന് പറയുന്നതിന് എന്തെങ്കിലും വിപ്ലവമുണ്ടോ? ഒരു വിപ്ലവവും ഇല്ല. പക്ഷേ കേരളം ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദൻ പറഞ്ഞു എന്നത് ഒരു വലിയ വിപ്ലവമാണെന്നാണ് നമ്മൾ പൊതുവെ കരുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിനകത്ത് യാതൊരു വിപ്ലവവും ഇല്ല. എന്തുകൊണ്ടാണ് വിവേകാനന്ദൻ കേരളം ഭ്രാന്താലയമാണെന്ന് പറയാൻ കാരണം? അതിന് സവിശേഷമായ ചില കാരണങ്ങളുണ്ട്. കാരണം വിവേകാനന്ദൻ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ കാണുന്ന എന്താണ്? കേരളത്തിൽ ബംഗാളിലെ പോലെ തന്നെ ജാതി വ്യവസ്ഥയുണ്ട്. പക്ഷേ കേരളത്തിൽ മറ്റൊരു സവിശേഷത വിവേകാനന്ദൻ കണ്ടു. ആ സവിശേഷത എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയുടെ ഹീനമായ അടിമത്ത മനോഭാവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കേരളത്തിലെ ദളിതരും ഈഴവരും പിന്നോക്കക്കാരും ഒക്കെ എന്ത് ചെയ്തു? ഹിന്ദു ബ്രാഹ്മണ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളുമായിട്ട് മാറി. ഇത് കണ്ടിട്ടാണ് വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണെന്ന്. അല്ല, ജാതി വ്യവസ്ഥ കണ്ടിട്ടല്ല. ജാതി വ്യവസ്ഥ മറികടക്കാൻ വേണ്ടി കേരളത്തിലുള്ള ദളിതരും ആദിവാസികളും അതുപോലെ തന്നെ പിന്നോക്കക്കാരും ഒക്കെ എന്ത് ചെയ്തു? മതം മാറി ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളായിട്ടും മാറി. അങ്ങനെ അവർ ക്രിസ്ത്യാനികളായിട്ടും മുസ്ലിങ്ങളുമായിട്ട് മാറിയപ്പോൾ എന്ത് സംഭവിച്ചു? അന്തസ്സായിട്ട് റോഡിൽ കൂടെ നടക്കാൻ പറ്റി. ഒരു പ്രശ്നം ഉണ്ടായില്ല. റോഡിൽ നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. ക്രിസ്ത്യാനി ആയപ്പോൾ ദളിതർക്ക് വിദ്യാലയത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞു. ഇപ്പം മലയരയിൽ എന്ന് പറഞ്ഞൊരു സമുദായം, മലയരയിൽ ബ്രിട്ടീഷുകാരെ കണ്ടു പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്കൂൾ സ്ഥാപിച്ചു തരണമെന്നാണ് മലയരയർ ആവശ്യപ്പെട്ടത്. ഞങ്ങൾക്കൊരു സ്കൂൾ വേണം, ബ്രിട്ടീഷുകാരോട് എന്ന് ആവശ്യപ്പെടുന്ന. ഈ സന്ദർഭം തെളിയിക്കുന്ന എന്താണ്? ആ സന്ദർഭം തെളിയിക്കുന്നത് നവോത്ഥാനം എന്ന് പറയുന്ന സങ്കല്പം ഇന്ത്യയുടെ മറ്റ് പല പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് മറ്റൊരു ചരിത്രപരമായ അവസ്ഥാവിശേഷമാണ് കേരളത്തിൽ സൃഷ്ടിച്ചെടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റോബിൻ ജെഫ്രി അദ്ദേഹത്തിൻ്റെ ഡിക്ലൈൻ ഓഫ് നായർ ഡൊമിനൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയും, ബ്രിട്ടീഷ് മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ ഇന്ത്യയിൽ പുലയ സമുദായത്തിന് ഒരു ഉപാദാനമായി തീർന്നു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ബ്രിട്ടീഷ് മിഷണറിമാർ ഇവിടെ സ്കൂള് തുടങ്ങി, പലതരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ ബ്രിട്ടീഷ് മിഷണറിമാർ ചെയ്തു, ബൈബിള് പഠിപ്പിക്കാൻ തുടങ്ങി. എന്താണ് ബൈബിൾ പഠനത്തിലൂടെ കൈവന്നൊരു പ്രധാനപ്പെട്ട സംഭാവന? കേവലം മതപരമായൊരു വിശ്വാസം മാത്രമായിട്ടല്ല ബൈബിൾ പുറത്തോട്ട് വന്നത്. ബൈബിൾ പഠനത്തിലൂടെ ദളിതര് അക്ഷരം അഭ്യസിക്കാൻ തുടങ്ങി. വായനയുടെ പുതിയ ലോകത്തിലേക്ക് ദളിതര് പ്രവേശിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു പുതിയ ജനസമുദായം നിർമ്മിക്കപ്പെടുക. അതുകൊണ്ടാണ് നാരായണ ഗുരുസ്വാമികൾ പിൽക്കാലത്ത് പറയുന്നുണ്ട്, ഗുരുസ്വാമികൾ പറയുന്നത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്നാണ് ഗുരു പറഞ്ഞത്. നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ്. എന്തുകൊണ്ടാണ് ഗുരു പറഞ്ഞത് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണെന്ന്? അതിന് പ്രധാനപ്പെട്ട കാരണം, തുടർന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങ് നമുക്ക് സന്യാസം തന്നത് ബ്രിട്ടീഷുകാരാണ് എന്ന് പറയാൻ കാരണം? ഗുരു പറഞ്ഞു, രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. രാമന്റെ രാജ്യമായിരുന്നു ഇതെങ്കിൽ തനിക്ക് സന്യസിക്കാൻ കഴിയുമായിരുന്നില്ല. ശംഭൂകന്റെ ശിരസ് വെട്ടിയെടുത്തതുപോലെ തൻ്റെ തല ആര് വെട്ടിയെടുത്തേനെ? രാമൻ വെട്ടിയെടുത്തേനെ എന്നാണ് നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതെല്ലാം ബ്രിട്ടീഷ് മിഷണറിമാരുടെ സേവന പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായി വന്നതാണ്. അപ്പം നവോത്ഥാനം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടായി വന്നത് തന്നെ എങ്ങനെയാണ്? ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന്റെ കാലഘട്ടത്തിലാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സങ്കല്പം, ഒരു സാമൂഹ്യ ചരിത്ര പ്രക്രിയ നടക്കുന്നത്. അല്ലാതെ ആർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമായിട്ടല്ല. പൊതുവെ നവോത്ഥാനം എന്ന് പറഞ്ഞാൽ ഹിന്ദുമത പരിഷ്കരണമാണ് എന്ന് പൊതുവെ പറയപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഹിന്ദുമതം എന്നൊരു മതം അന്ന് ഉണ്ടായിരുന്നില്ല. ഹിന്ദുമതം ഉണ്ടായിരുന്നില്ല. എന്നാണ് ഹിന്ദുമതം ഉണ്ടായത്?
ഹിന്ദുമതം ഉണ്ടായത് സെൻസസിലൂടെയാണ്. ബ്രിട്ടീഷുകാർ നടത്തിയ സെൻസസിലൂടെയാണ് ഹിന്ദുമതം നിർമ്മിക്കപ്പെട്ടത്. അതിനു മുമ്പ് ഹിന്ദുമതം ഉണ്ടായിരുന്നില്ല. വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഒരു ഹിന്ദുവിനെ പറ്റി നമുക്ക് പരാമർശം കാണില്ല. ഹിന്ദു എന്ന വാക്ക് പോലും എവിടെ ഇല്ല. ഋഗ്വേദത്തിലോ യജുർവേദത്തിലോ സാമവേദത്തിലോ അഥർവവേദത്തിലോ ഒന്നും തന്നെ ഹിന്ദു എന്നൊരു വാക്കോ പരാമർശമോ എവിടെയില്ല. ഈ വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ഇല്ല. പിന്നെ എവിടുന്ന് ഹിന്ദു എവിടെ നിന്നുണ്ടായി? 4 ജാതികളെ പറ്റി മാത്രമേ ഋഗ്വേദത്തിൽ പറയുന്നുള്ളൂ. അത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഇങ്ങനെ 4 കൂട്ടരെ പറ്റി മാത്രമേ ഋഗ്വേദത്തിൽ പരാമർശമുള്ളൂ. ഋഗ്വേദത്തിൽ പറയുന്ന അനുസരിച്ച് ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യകൃതഃ ഊര് തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്ര അജായത. ഋഗ്വേദത്തിലെ 10-ാം മണ്ഡലത്തിൽ പറയുന്നത് വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി, കൈകളിൽ നിന്ന് ക്ഷത്രിയനുണ്ടായി, തുടകളിൽ നിന്ന് വൈശ്യരുണ്ടായി, പാദത്തിൽ നിന്ന് ശൂദ്രനുണ്ടായി എന്നാണ് ഋഗ്വേദത്തിലെ പുരുഷസൂക്തം പറയുന്നത്. ഇന്ന് അമ്പലങ്ങളിലെല്ലാം പുരുഷസൂക്ത പുഷ്പാഞ്ജലി ഉണ്ടില്ലേ? പുരുഷസൂക്ത പുഷ്പാഞ്ജലി ചെയ്താൽ മനസമാധാനം കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. മനഃശാന്തിക്ക് പുരുഷസൂക്ത പുഷ്പാഞ്ജലി. എന്താ പുരുഷസൂക്തത്തിൽ പറയുന്ന? യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നും പാദത്തിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്നുമാണ് പുരുഷസൂക്തത്തിൽ പറയുന്നത്. അപ്പൊ ഈ പറയലും പുലരും ഒക്കെ എവിടെ നിന്നുണ്ടായി? പറയലും പുലരും ഒക്കെ എവിടെ നിന്നുണ്ടായി? ഈ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനും കാലിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി. പിന്നെ അവയവങ്ങളൊന്നും ബാക്കിയില്ല. പെരിയാർ പറഞ്ഞു അവരൊക്കെ അവരവരുടെ അച്ഛനമ്മമാർക്കുണ്ടായി. ബ്രാഹ്മണരുടെ മുഖത്ത് നിന്നും ശൂദ്രന്മാര് കാലിൽ നിന്നുണ്ടായപ്പോ സാമ്പവരും ദളിതരും പുലയരും പറയരും ഒക്കെ എവിടെ നിന്നുണ്ടായി? അവരവരുടെ അച്ഛനമ്മമാർക്കാണ് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ആത്മാഭിമാനമുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് നമ്മൾ ഹിന്ദുമതത്തിന്റെ ബ്രാഹ്മണ മതത്തിന്റെ അടിമകളായി മാറിയിരിക്കുകയാണ്. ഇതാണ് നവോത്ഥാനത്തിൽ വന്ന ഒരു വിച്ഛേദത. നമ്മളെല്ലാവരും ഇന്ന് ബ്രാഹ്മണ മതത്തിന്റെ അടിമകളാണ്. ഇന്ന് ഏത് തരത്തിലുള്ള പ്രവർത്തനത്തിന് വേണ്ടിയാണോ മഹാത്മാ കാവാരികുളം കണ്ടൻകുമാരൻ പോരാടിയത്, ഏത് വ്യവസ്ഥാക്രമം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോരാടിയത്, ആ വ്യവസ്ഥയുടെ അടിമകളായിട്ട് നമ്മൾ ഇന്ന് മാറിയിരിക്കുക. അതിനെപ്പറ്റിയാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഏകാധ്യാപക വിദ്യാലയങ്ങൾ തുടങ്ങേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രജാസഭയിൽ പോയി ഭൂമി ആവശ്യപ്പെടേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് താൻ സ്ഥാപിച്ച സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി ആവശ്യപ്പെട്ടത്? ഇങ്ങനെ 100 വിഷയങ്ങളുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതം സമൂലമായി സമഗ്രമായി പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് അതൊക്കെ ആവശ്യപ്പെട്ടത്? ഇന്ന് പറയപ്പെടുന്ന ഈ ദൈവങ്ങളെല്ലാം അന്നും ഉണ്ടായിരുന്നില്ലേ? ഈ രാമനും കൃഷ്ണനും സരസ്വതിയും ലക്ഷ്മിയും കാളിയും കൂടിയും എല്ലാം അന്നും ഉണ്ട്. അന്ന് ഇവരൊക്കെ എവിടെ പോയി? ഈ രാമനും കൃഷ്ണനും ഒക്കെ അന്ന് എവിടെ ആയിരുന്നു? അങ്ങനെയാണെങ്കിൽ രാമനും കൃഷ്ണനും ഒക്കെ നമ്മളെ അനുഗ്രഹിച്ചിരുന്നെങ്കിൽ നമ്മുടെ ഈ ശ്രീകണ്ഠൻ കുമരന് പോരാടേണ്ടി വരില്ലായിരുന്നല്ലോ, അവരൊക്കെ അനുഗ്രഹിച്ചായിരുന്നെങ്കിൽ. സരസ്വതി ഈ താമരപ്പൂവിനകത്തിരിക്കുന്ന ലേഡി അല്ല നമുക്ക് വിദ്യാഭ്യാസം പ്രദാനം ചെയ്തത്, മറന്നു പോകരുത്. താമരപ്പൂവിനകത്തിരിക്കുന്ന ലേഡി വീണയും വായിച്ച് സവർണരെ മാത്രമേ അനുഗ്രഹിച്ചിട്ടുള്ളൂ, നമ്മളെ ആരെയും അനുഗ്രഹിച്ചിട്ടില്ല. അതിന് ഈ ചിത്രത്തിൽ കാണുന്ന കാവാരികുളം കണ്ടൻകുമാരനെ പോലെയുള്ള ആളുകൾ പോരാടിയിട്ടാണ് ഇന്ന് നമ്മുടെ സമുദായത്തിന് ആത്മാഭിമാനമുള്ള പദവികളിലേക്ക് നമ്മൾ എത്തപ്പെട്ടത്. അതല്ലാതെ സരസ്വതിയും ലക്ഷ്മിയും ഒന്നും അല്ല. അവർ നമ്മളെ അനുഗ്രഹിച്ചിട്ടില്ല, നമ്മളെ ഒതുക്കുകയും തഴയുകയൊക്കെയാണ് എക്കാലവും ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ അതിൻ്റെ അടിമകളായി ഇന്ന് മാറിയിരിക്കുന്നു. നവോത്ഥാന സങ്കല്പത്തിൽ നിന്നൊരു വിച്ഛേദം വന്നിരിക്കുന്നു. രാമായണവും മഹാഭാരതവും ഒക്കെ നമ്മളെ അകറ്റി നിർത്തുക ചെയ്തിട്ടുള്ളത്. രാമായണം തുടങ്ങുന്നത് തന്നെ, ഞാൻ കഴിഞ്ഞ സമ്മേളനത്തിലും ഇതിനെപ്പറ്റി സൂചിപ്പിച്ചു. രാമായണം തുടങ്ങുന്നത് തന്നെ എന്താ? കാരണഭൂതന്മാരാം ബ്രാഹ്മണരുടെ ചരണാരുണാംബുജ ലീനപാംസു സഞ്ചയം മമ ചേതോദർപ്പണത്തിന്റെ മാലിന്യം അത് തീർത്ത് ചേതസി തെളിഞ്ഞിടുവാൻ വണങ്ങുന്നു. ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരും രാമായണം വായിക്കുന്നുണ്ടോ ഇപ്പം കർക്കിടക മാസത്തിൽ? ഇല്ലേ? ഉണ്ട്, ഭക്തിപൂർവ്വം വായിക്കുന്നുണ്ട്. പക്ഷെ ആ പുസ്തകത്തിൽ ഇതാ എഴുതിയിരിക്കുന്നത്, ബ്രാഹ്മണരുടെ കാലിലെ പൊടി എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം. ഈശ്വരൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ നമുക്ക് കുറച്ചെങ്കിലും വക വെച്ചു കൊടുക്കാം. ബ്രാഹ്മണരുടെ കാലിലെ പൊടി
നോക്കി അയാളുടെ കാലിലെ പൊടിക്ക് എന്തൊരു പവിത്രതയാണെന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ കാലിലെ പൊടിക്കൊന്നും ഇത്രയും പവിത്രതയില്ല. ബ്രാഹ്മണന്റെ കാലിലെ പൊടിക്ക് ഭയങ്കര പവിത്രതയാണ്. അത് എന്നെ ശുദ്ധീകരിക്കണമെന്ന് ലജ്ജയില്ലാതെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന് 7 പതിറ്റാണ്ടുകൾ പൂർത്തിയാകുമ്പോഴും ബ്രാഹ്മണ സ്ഥിതി നമ്മൾ അവസാനിപ്പിച്ചിട്ടില്ല. ഇത് കാവാരിക്കുളം കണ്ടൻ കുമാരനോടുള്ള അദ്ദേഹത്തെ അപമാനിക്കലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തെ അപമാനിക്കലാണ്. ഇവിടെ വർഷാവർഷം നടക്കുന്ന മീറ്റിംഗിൽ വന്ന് നാദ പോറ്റി എന്നൊക്കെ വിളിച്ചിട്ട് കണ്ടൻകുമാരനെ വാഴ്ത്തിയിട്ട് കാര്യമില്ല. ഇവിടെ നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞ് വാതിലിന് പുറത്തോട്ടിറങ്ങുമ്പോൾ നിങ്ങൾ ആരാണെന്നുള്ളതാണ് ചോദ്യം. വീട്ടിൽ രാമായണവും പുറത്ത് കാവാരിക്കുളം കണ്ടൻകുമാരനും അകത്ത് രാമായണവുമായിട്ട് നടക്കുന്നത് ശരിയല്ല. ഏതെങ്കിലും ഒന്നേ പറ്റത്തുള്ളൂ, ഏതെങ്കിലും ഒന്നേ നടക്കൂ. ഒന്നുകിൽ നിങ്ങൾക്ക് രാമായണം പൊക്കിപ്പിടിക്കാം, അല്ലെങ്കിൽ കാവാരിക്കുളം കണ്ടൻകുമാരനെ പൊക്കിപ്പിടിക്കാം. രണ്ടും കൂടെ നടക്കത്തില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് അമ്പലത്തിൽ പോയി നമ്പൂതിരിയുടെ മുമ്പിൽ കുനിഞ്ഞു നിന്ന് പ്രസാദം വാങ്ങിക്കാം, ലജ്ജയില്ലാതെ. അതാണ് ഇപ്പോഴും നമുക്ക് ആ കുനിയലിൽ നിന്നൊരു മോചനം വന്നിട്ടില്ല. ഇപ്പോഴും ഉണ്ടോ? ഇല്ല. അമ്പലത്തിൽ പോയി എന്തുമാത്രം കുനിഞ്ഞു നിൽക്കുക അത്രയും കുനിഞ്ഞു നിൽക്കുക, എന്നിട്ട് പ്രസാദം എറിഞ്ഞു തരുന്ന ലജ്ജയില്ലാതെ വാങ്ങിക്കും. ചെങ്ങന്നൂർ അമ്പലത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്പൂതിരി പ്രസാദം എറിഞ്ഞു തരും. ഇത് കണ്ടൻകുമാരനും മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുവും ഒക്കെ അവസാനിപ്പിച്ച പരിപാടിയാണ്. പക്ഷെ അവസാനിപ്പിച്ച പരിപാടിയിൽ നമുക്കിപ്പോഴും മോചനമില്ല. നമ്മൾ ആ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും അന്ധവിശ്വാസങ്ങളും ഒക്കെ ആയിട്ട് നമ്മളിപ്പോഴും ജീവിതം നയിച്ചുകൊണ്ടിരിക്കുക. ദേവപ്രശ്നവും ജ്യോത്സ്യവും ഒക്കെ ആയിട്ട് നമ്മളിപ്പോഴും നടക്കുക. അങ്ങനെയാണെങ്കിൽ കണ്ടൻകുമാരനും ജ്യോത്സ്യവും ദേവപ്രശ്നമായിട്ട് നടന്നാൽ പോരായിരുന്നു? മഹാത്മാ അയ്യങ്കാളി എന്തിനാണ് വലിയ പോരാട്ടം നടത്തിയത്? തപസ് ചെയ്താൽ പോരായിരുന്നു? ഊരൂട്ടമ്പലത്തിൽ എന്തിനാണ് പഞ്ചമിയുമായിട്ട് കൈപിടിച്ച് വിദ്യാലയത്തിലേക്ക് പ്രവേശിച്ചത്? ഓം നമഃശിവായ ഓം നമഃശിവായ 24 ലക്ഷം ജപിച്ചാൽ പോരെ? അതല്ലല്ലോ അയ്യങ്കാളി ചെയ്തത്, ആണോ? അല്ല. അപ്പം എന്താണ് നവോത്ഥാനം? ആ നവോത്ഥാനത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എങ്ങനെ പിന്മടങ്ങിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഏത് തരത്തിലുള്ള ജീവിതവും ഏത് തരത്തിലുള്ള പ്രവർത്തനവുമാണോ പൊയ്കയിൽ അപ്പച്ചനും കണ്ടൻകുമാരനും മഹാത്മാ അയ്യങ്കാളിയും നാരായണ ഗുരുസ്വാമികളും ഒക്കെ ചെയ്തത്, അവരുടെ ജീവിതത്തെയും ദർശനത്തെയും നമ്മൾ എവിടെയൊക്കെയോ മറന്നുപോയിരിക്കുന്നു. എന്നിട്ട് ഒരു പുത്തൻ ബ്രാഹ്മണ ഹിന്ദു മതത്തെ നമ്മൾ അഭയം പ്രാപിച്ചിരിക്കുക. തീർച്ചയായിട്ടും സംവരണത്തിന്റെ ഭാഗമായിട്ട് നമ്മളെല്ലാം ഹിന്ദുക്കളാക്കി കഴിഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അവിടെ ഇരിക്കെ തന്നെ അത് നമ്മൾ ഇരുന്നോട്ടെ, ഭരണഘടനാപരമായിട്ട് ചിലപ്പോൾ ഹിന്ദുക്കളായിട്ടൊക്കെ നിലനിൽക്കേണ്ടി വരും. പക്ഷേ ഈ ബ്രാഹ്മണ മതത്തിന്റെ അടിമയായിട്ട് നമ്മൾ നിലനിൽക്കണമെന്നുള്ളതാണ് ചോദ്യം. ഇപ്പൊ സർക്കാർ സർവീസ് ജോലിക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ, എനിക്കറിയാവുന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥ വിദ്യാഭ്യാസ വകുപ്പിൽ ഉന്നത സ്ഥാനമാണ്. കണ്ടിയൂർ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല. ചാക്ക് കണക്കിന് അരി, നിറമാല, വഴിപാട്, കിട്ടുന്ന ശമ്പളത്തിന് 3/4 പങ്ക് നമ്പൂതിരിമാർക്ക് കൊടുക്കുക. നമ്പൂതിരിമാര് നേടിത്തന്നല്ല ഈ സ്വാതന്ത്ര്യം കേട്ടോ, മറന്നു പോകരുത്. നമ്പൂതിരിമാര് നേടിത്തന്നല്ല, നമ്പൂതിരിമാരെ നമ്മൾ അടിച്ചൊതുക്കുക ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ആ വ്യവസ്ഥാക്രമമാണ് തുടരുന്നത് നമ്മുടെ രാജ്യത്ത്. സുപ്രീം കോടതി ഉണ്ടായിട്ട് 75 വർഷം പൂർത്തിയായി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനോടൊപ്പം തന്നെ. പക്ഷേ സുപ്രീം കോടതിയിൽ 272 ജഡ്ജിമാർ ഇതുവരെ വന്നിട്ടുണ്ട്. അതിൽ 252 പേരും സവർണ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ദളിതരോടുള്ളൊരു വിവേചനം നമ്മുടെ രാജ്യത്ത് ഇപ്പോഴും അതിശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ രാജ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടും ഒരു ബ്രാഹ്മണാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കുക, ബ്രാഹ്മണാധിപത്യമുള്ള രാജ്യമായിട്ടാണ് നിലനിൽക്കുന്നത്. വരുമാനമുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ബ്രാഹ്മണർ തന്നെ പൂജാരിമാര്. വലിയ വിപ്ലവം നടന്നു എന്ന് പറയുന്നെങ്കിലും പുലയ സമുദായത്തിൽപ്പെട്ടവരും ഈഴവരും ഒക്കെ പൂജാരിമാരായിട്ട് ദേവസ്വം ബോർഡ് ജോലിക്ക് കയറിയിട്ടുണ്ടെങ്കിലും വരുമാനമുള്ള അമ്പലങ്ങളിലെല്ലാം ആരാ? വരുമാനമുള്ള അമ്പലങ്ങളിലെല്ലാം നമ്പൂതിരിമാര് തന്നെ പൂജാരി. നമുക്കിപ്പോഴും അവരോട് വിധേയത്വം അല്ലേ? എന്താണ് അവരെ വിളിക്കുക? തിരുമേനി. തിരുമേനി എന്ന് തികച്ചു വിളിക്കില്ല, തിരുവരെ കൊണ്ട് നിർത്തും. അപ്പൊ അടിമ മനോഭാവം. അവരുടെ മേനിയും നമ്മുടെ മേനിയും തമ്മിൽ എന്താ വ്യത്യാസം? പണ്ഡിറ്റ് കറുപ്പൻ ചോദിച്ചതുപോലെ തൊലി മുറിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ നിന്നും ചുവപ്പ് നിറമുള്ള ചോരയെ പുറത്തു വരുത്തുള്ളൂ. പക്ഷെ എങ്കിലും ഈ നമ്പൂതിരിമാരോടും ബ്രാഹ്മണ്യത്തോടുമുള്ള അടിമത്തം അവസാനിച്ചില്ല, ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പോഴും നമ്മുടെ വീട്ടിലൊരു ആരെങ്കിലും മരിച്ചു,
മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോൾ പിന്നെ ജ്യോത്സ്യൻ്റെ അടുത്തേക്ക് പിന്നെ കയറി ഇറങ്ങാൻ തുടങ്ങാം. പിന്നെ 1 വർഷം കഴിയുമ്പോൾ സുദർശന കവനം, തിലകവനം, സായുജ്യ പൂജ, പിന്നെ പിതൃവിനെ ഒരു ചെറിയ പ്രതിമയ്ക്കകത്തോട്ട് ആവാഹിച്ച് വർക്കലയിലോട്ട് പോകല്. നോക്കൂ, അത്രയും കാലം ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ്. അയാളെ നമ്മളൊരു 14 രൂപയുടെ തകിടിനകത്തോട്ട് ആവാഹിക്കുക. 10 രൂപയുടെ വെള്ളിത്തകിടിനകത്തോട്ട് അപ്പൂപ്പനെ ആവാഹിക്കുക. എന്നിട്ട് പുള്ളി എവിടെ കൊണ്ട് വർക്കലയിലേ പുള്ളി ഇരിക്കത്തുള്ളൂ. ആലോചിച്ച് നോക്കിക്കേ. ഇന്നലെ വരെ കപ്പയും മീനും കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാ ഇപ്പൊ പാൽപ്പായസം വെള്ളച്ചോറ് കഴിക്കും. നമ്മളെങ്ങനെ നമ്മുടെ കാരണവന്മാരെ ബഹുമാനിച്ചുകൊണ്ടിരുന്നത്? നമ്മൾ കർക്കിടക മാസമായ വല്ല വറപൊടിയോ വല്ല കള്ളോ ഉണക്കമീനോ ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. ഇപ്പോഴോ പാൽപ്പായസേ കുടിക്കൂ കാരണവര്. നമ്മുടെ അമ്പലങ്ങളും നമ്മൾ കൈവിട്ടു കൊടുത്തു കഴിഞ്ഞു ബ്രാഹ്മണർക്ക്. അതെങ്ങനെയാണ്? ദേവപ്രശ്നം എന്ന് പറഞ്ഞ പരിപാടി ജ്യോത്സ്യന്മാരെ നമ്മൾ തന്നെ വിളിച്ചുകൊണ്ട് വരും. നമ്മുടെ കാവ്, നമ്മുടെ മറുത, നമ്മുടെ ചാമുണ്ടി ഇരുന്ന ചാത്തനിരുന്ന കളം, ജ്യോത്സ്യർ എന്ന് പറയും ഇവിടെ വിഷ്ണുവിന്റെ സാന്നിധ്യമുണ്ട്, ഭദ്രകാളി ഉണ്ട് എന്ന് പറയും. നമ്മളത് കേട്ട് അംഗീകരിച്ചു. ചാത്തൻ പുറത്തും വിഷ്ണു അകത്തും. പൂണൂലിട്ട ദൈവങ്ങളെല്ലാം ശ്രീകോവിലിനകത്തും, പൂണൂലിടാത്ത നമ്മുടെ ദൈവങ്ങളൊക്കെ മതിലിന് പുറത്തും. ഇങ്ങനെ ദേവപ്രശ്നം മുതലായ പരിപാടികളിലൂടെ നമ്മുടെ കാവുകളും കുളങ്ങളും എല്ലാം ബ്രാഹ്മണ്യം കൈക്കലാക്കി കഴിഞ്ഞു. ഇത് നവോത്ഥാനത്തിൽ നിന്നൊരു പിന്മടങ്ങലാണ്. നമ്മളെ തന്നെ നമ്മൾ മറന്നുകൊണ്ട് നമ്മുടെ ചരിത്ര ജീവിതത്തെ, നമ്മുടെ മഹത്തായ പൂർവ്വപിതാക്കൾ അവർ ചെയ്ത അസമാനമായ ജീവിതം, പോരാട്ടം, ഇതെല്ലാം മറന്നുകൊണ്ട് നമ്മൾ സമ്പൂർണ്ണമായിട്ട് ബ്രാഹ്മണ്യത്തിന് കൊണ്ട് തല വെച്ചു കൊടുക്കുക. ഇപ്പോൾ സമൂഹത്തിൽ വളരെയധികം വ്യാപിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഭാഗവത സപ്താഹ യജ്ഞം. വലിയ രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞു. ആ ഭാഗവത കീർത്തനം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: കരളിൽ വിവേകം കൂടാതെ കണ്ടരനിമിഷം ബത കളയരുതാരും എന്നിങ്ങനെ തുടങ്ങും. അതിലൊരു കാര്യം, ഒരു വരി ഇങ്ങനെയാണ്: കൂബേ വീണുഴലുന്നത് പോലെ ഗേഹേ വാണുഴലുന്നു ജനാന, ആപത് ഗണം അകലേണ്ടുകിൽ മുനിജന വാക്കുകൾ പറയാം നാരായണ ജയ. കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുമോ എന്തോ മഹത്തായ, ഇതിന് അർത്ഥം അറിയില്ലല്ലോ, ഈ പാട്ടിങ്ങനെ പാടുക എന്നല്ലാതെ അതിൻ്റെ അർത്ഥം നമ്മളാരും ചുഴിഞ്ഞു പോയിട്ടില്ല. അർത്ഥം എന്താണ്? അർത്ഥം നോക്കി പോകുമ്പോഴാണ് അപകടം മനസ്സിലാക്കുക. കൂവേ വീണുഴലുന്നത് പോലെ, കിണറ്റില് ആളുകൾ വീണുഴലുന്നത് പോലെ ഗേഹേ വാണുഴലുന്നു ജന. ഗേഹേ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ആളുകൾ കഴിയുന്നു, വീടുകളിൽ കഴിയുക. എന്നാൽ ഇന്ത്യയിൽ ദളിതർക്ക്, കേരളത്തിൽ ദളിതർക്ക് വീടുണ്ടായി വന്ന എപ്പോഴാണ്? നമ്മളങ്ങ് വീട്ടിലങ്ങ് കിണറ്റിൽ കഴിയുന്നത് പോലെ വീട്ടിൽ കഴിയുന്നത് ദളിതർ എന്ന് പറയുന്നുണ്ടല്ലോ. എന്നാണ് ഇന്ത്യയിലെ, കേരളത്തിലെ ദളിതർക്ക് വീടുണ്ടായത്? എഴുത്തച്ഛൻ ഭാഗവതം രാമായണം എഴുതുന്ന 16-ാം നൂറ്റാണ്ടിൽ നമുക്ക് വീടുണ്ടായിരുന്നോ? അപ്പം പറയുന്ന എന്താണ്? എഴുത്തച്ഛൻ പറയുന്ന എന്താണ്? ഭൗതികാസ്പദങ്ങൾ മായയാണ്, അല്ലേ? മായ, എല്ലാം മായ, ലോകം മുഴുവൻ മായയാണെന്നാണ് എഴുത്തച്ഛൻ പറയുന്നത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ, അല്ലേ? വിശ്വസിക്കുന്നുണ്ടോ അതില്? അവനവൻ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ആ വിശ്വാസം ഉപേക്ഷിച്ചിട്ടാണ് ഇവിടുന്ന് പോകാൻ. ഏറ്റവും വലിയ തട്ടിപ്പാണത്. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ എന്നുള്ളത് ഇന്ത്യൻ ബ്രാഹ്മണ്യം നമ്മുടെ തലയിൽ കെട്ടിയേൽപ്പിച്ച അന്ധവിശ്വാസം. ഉപേക്ഷിക്കണം. അത് വിശദീകരിക്കാം. എന്താണ് കർമ്മസിദ്ധാന്തം? കർമ്മസിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലമാണ് അടുത്ത ജന്മത്തിൽ അനുഭവിക്കുന്നത് എന്ന് അമ്മുമ്മ കഥ നമ്മളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക. അടുത്ത ജന്മം ഉണ്ടെന്ന് ആർക്കെങ്കിലും അറിയാവോ? വല്ലതും ഉണ്ടോ? ആർക്കറിയാം? ഒരിക്കൽ നാരായണ ഗുരുസ്വാമികളെ കാണാൻ ഒരാൾ വന്നു. മക്കളുണ്ടാവുന്നില്ല. പരിഹാരമായിട്ട് ഗുരുവിനെ കൊണ്ടൊരു തിലകവനം ചെയ്യിച്ചാൽ മക്കളുണ്ടാവുമെന്ന് ആരോ പറഞ്ഞു. ഗുരുവിനെ കാണാൻ വന്നു. ഗുരു ചോദിച്ചു, എന്തിനാണ് തിലകവനം? അത് പിതൃവിന് മോക്ഷം കിട്ടാൻ വേണ്ടിയാണ്. നമ്മളും ചെയ്യുന്നുണ്ടല്ലോ, അല്ലേ? കർക്കിടക മാസം ആയി കഴിഞ്ഞാൽ അമാവാസിയുടെ അന്ന് എങ്ങോട്ട് പോകും? ചെങ്ങന്നൂരുകാരൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്? തൃക്കുന്നപ്പുഴ വരാറുണ്ടോ ബലിയിടാൻ? അതോ ഇവിടെ ചെങ്ങന്നൂർ അടുത്ത് വേറെ വല്ല പ്രദേശമുണ്ടോ ബലിയിടാൻ? കറിഞ്ഞുകൂടാ. എന്തായാലും അതൊക്കെ തന്നെ നമ്മുടെയും പരിപാടി, വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഈ അമാവാസിയുടെ അന്ന് ഏതെങ്കിലും ബ്രാഹ്മണർ ബലിയിടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, ബ്രാഹ്മണർ ബലിയിടാറില്ല. ബ്രാഹ്മണർ നമ്മളെ പറ്റിച്ച് തടിച്ചു കൊഴുക്കുക.
100-150 അവർക്ക് കൊടുത്ത് നമ്മൾ അവരെ തടിപ്പിക്കുക കൂടുതൽ കൂടുതൽ. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഗുരു ചോദിച്ചു, പിതൃവിന് മോക്ഷത്തിന് വേണ്ടിയാണ് തിലഹവനം ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഗുരു പറഞ്ഞു, ജനിച്ചയാൾ മരിച്ചയാൾ ഉടനെ ജനിക്കുമെന്നാണല്ലോ സങ്കല്പം. അതല്ലേ പുനർജന്മ സിദ്ധാന്തം. മരിച്ചയാൾ ഉടൻ തന്നെ ജനിക്കും. അങ്ങനെയാണെങ്കിൽ മരിച്ചയാൾ ജനിച്ചു കഴിഞ്ഞു, പിന്നെ എവിടെയാണ് പിതൃ? മരിച്ചയാൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിതൃ എവിടെങ്കിലും ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തിലഹവനത്തിന്റെ ആവശ്യമില്ല എന്ന് നാരായണ ഗുരു വന്ന ആളെ പറഞ്ഞ് മനസ്സിലാക്കി തിരികെ അയച്ചു എന്ന് മാത്രമല്ല, തിലഹവനത്തിന്റെ പൈസ കൊണ്ട് തൊട്ടടുത്ത സ്കൂളിൽ കുട്ടികൾക്ക് കഞ്ഞി വിളമ്പിയിട്ടാണ് അവരെ ഗുരു പറഞ്ഞയച്ചത്. ഇത് നമ്മൾ ഓർക്കണം. എന്താണ് കർമ്മസിദ്ധാന്തം പറഞ്ഞു വെക്കുന്നത്? പൂന്താനത്തിന്റെ ജ്ഞാനപ്പാനയിൽ പറയും, ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. അമ്പലം അടുത്തുണ്ടെങ്കിൽ അറിയാം, നേരം വെളുക്കുമ്പോൾ ഈ പാട്ടാ കേൾക്കുന്നത്. പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. ചണ്ടകർമ്മങ്ങൾ ചെയ്തവൻ ചാകുമ്പോൾ ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നു. ചണ്ടകർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ പാപകർമ്മങ്ങൾ. പാപകർമ്മങ്ങൾ ചെയ്യുന്നവരാണ് ചണ്ടാള കുലത്തിങ്കൽ പിറക്കുന്നത്. ആരൊക്കെയാണ് ഇന്ത്യയിലെ ചണ്ടാളർ? ആരാണ് കേരളത്തിലെ ചണ്ടാളർ? 32 ക്ഷേത്ര പ്രവേശന റിപ്പോർട്ടിൽ പുന്നശ്ശേരി തമ്പി നീലകണ്ഠ ശർമ്മ പറയുന്നത് ഈഴവരും പുലയരും പറയരും എല്ലാം ചണ്ടാളന്മാരാണെന്ന്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ പാപം ചെയ്തിട്ടാണോ ഈ ജന്മത്തിൽ നമ്മൾ പുലയരും പറയരും ഒക്കെ ആയിട്ട് ജനിച്ചത്? അതെ എന്നാര് പറയുന്നു? പൂന്താനം പറയുന്നു. അതെ എന്നാണ് പൂന്താനം പറയുന്നത്. സായണന്റെ പ്രായശ്ചിത്ത സുധാനിധി എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഷുഗർ വരുന്നത് എന്തുകൊണ്ടാണ്? പ്രമേഹം വരുന്നത് എന്തുകൊണ്ടാണ്? ബ്രാഹ്മണ സ്വർണഹരണാത് ബഹുമൂത്ര പ്രമേഹമായി. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത്? എല്ലാവരും മധുരവിട്ട ചായ കുടിച്ചെന്ന് തോന്നുന്നല്ലേ? മധുരവിട്ട ചായ എല്ലാവരും അകത്താക്കി കഴിഞ്ഞു. ബ്രാഹ്മണ സ്വർണഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണം അപഹരിച്ചവർക്കാണ് ഈ ജന്മത്തിൽ എന്ത് വരുന്നത്? ഷുഗർ വരുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും ശരിയായിട്ട് ബ്രാഹ്മണന്റെ സ്വർണം മോഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ടാ. അപ്പൊ അതിനെന്ത് വേണം? ബ്രാഹ്മണന് ദാനം ചെയ്യണം അസുഖം മാറാൻ. സർവസ്വത്തുക്കൾക്കും ബ്രാഹ്മണന് ദാനം ചെയ്ത് കാശിക്ക് വിട്ടോളുക. നിങ്ങളാരും ചെയ്യാറുണ്ടോ അത്? ഇങ്ങനെയുള്ള അമ്മുമ്മ കഥകളിലൂടെയാണ് ബ്രാഹ്മണ പൗരോഹിത്യം ഇന്ത്യയിലെ ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും പണവും സ്വത്തും എല്ലാം തട്ടിയെടുത്തത് ഇമാതിരി അമ്മുമ്മ കഥകൾ പറഞ്ഞിട്ടാണ്. ഇങ്ങനെ ധാരാളം അമ്മുമ്മ കഥകളിലൂടെയാണ് ബ്രാഹ്മണ്യം ജീവിക്കുന്നത്. വൈക്കത്ത് ഇണ്ടംതുരുത്തി നമ്പ്യാതിരി അവർണരെ റോഡിലൂടെ നടക്കാൻ അനുവദിച്ചില്ല. ഗാന്ധി വന്ന് ചോദിച്ചു, നിങ്ങൾ അവരെ ആ വഴിയിലൂടെ അവർ നടന്നോട്ടെ, എന്താ പ്രശ്നം? അവർ കള്ളന്മാരെക്കാട്ടിലും കൊള്ളക്കാരെക്കാട്ടിലും നീചരാണ്. അവർ മുജ്ജന്മ പാപകർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മം അനുഭവിക്കുന്നത്. അതുകൊണ്ട് അവരെ വഴി നടക്കാൻ അനുവദിക്കില്ല എന്നാണ് വൈക്കത്തെ ഇണ്ടംതുരുത്തി നമ്പ്യാതിരി ആരോട് പറഞ്ഞത്? ഗാന്ധിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത്. അപ്പൊ കർമ്മസിദ്ധാന്തം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഒരു പറ്റിക്കൽ സിദ്ധാന്തമാണ്. നമ്മൾ ചെയ്യുന്ന പാപകർമ്മത്തിന്റെ ഫലം നമ്മൾ അനുഭവിക്കും എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. കർമ്മം എന്ന് പറഞ്ഞ സംഗതിയേ ഇല്ല. പുണ്യകർമ്മം ചെയ്താൽ പുണ്യം സിദ്ധിക്കുമെങ്കിൽ കുഞ്ഞാമ്മമാഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, അധ്വാനിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പണക്കാരെങ്കിൽ കേരളത്തിൽ ഏറ്റവും പണക്കാരാവേണ്ടത് പുലയരാ. കാരണം ജനിച്ചന്ന് മുതൽ തുടങ്ങിയ അടിമപ്പണിയാ. എന്നിട്ട് എന്താ ഒരു പണക്കാരായില്ലല്ലോ? പണക്കാരായോ? പണക്കാർ മുഴുവൻ ഇന്ത്യയിലെ ക്ഷത്രിയരും ബ്രാഹ്മണരും വൈശ്യരുമാണ് ഇന്ത്യയിലെ ഇപ്പോഴത്തെയും പണക്കാര്. അദാനി അംബാനി കുംബാനി എല്ലാം എടുത്ത് പരിശോധിച്ചാൽ അറിയാം, എല്ലാം സവർണരാ. നമ്മൾ വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. അധ്വാനിച്ച് രക്ഷപ്പെടേണ്ട ഒരു സമുദായം മറ്റാരും അല്ല, ദളിത് സമുദായം. കാരണം പാടത്തിലും പറമ്പിലും ഒക്കെ കിടന്ന് കഷ്ടപ്പെടുക. എന്നിട്ട് രക്ഷപ്പെട്ടോ? തീർച്ചയായിട്ടും രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് ഇന്ത്യയിലെ സവർണർ ഉണ്ടാക്കിയതുപോലെ കോടീശ്വരന്മാരായി നമ്മൾ മാറിയില്ല. അപ്പൊ കർമ്മസിദ്ധാന്ത ശുദ്ധ അസംബന്ധമാണെന്ന് ഇതിലൂടെ തന്നെ തെളിയുന്നു. അപ്പൊ കർമ്മസിദ്ധാന്തത്തിൽ നമ്മൾ വിശ്വസിക്കാൻ പാടില്ല. മക്കളുണ്ടാകാൻ കാലതാമസം വന്നാൽ ആദ്യം നമ്മൾ എങ്ങോട്ട് പോകും? കല്യാണം കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴത്തേക്കും ആ വിശേഷമൊന്നും ആയില്ലല്ലേ,
കൊച്ചിന് സ്വൈര്യം കൊടുക്കത്തില്ല. പെൺകുട്ടികൾക്ക് സ്വൈര്യതയില്ല. കല്യാണം കഴിഞ്ഞ് 6ാമത്തെ മാസം മുതൽ പെൺകുട്ടിക്ക് സ്വൈര്യതയില്ല. വിശേഷമായില്ലല്ലേ? ആകുന്നത് വരെ അയലത്ത് വീട്ടിലെ പെണ്ണുങ്ങൾ ആ പെൺകുട്ടിക്ക് യാതൊരു സമാധാനം കൊടുക്കത്തില്ല. ഏതെന്തോ വലിയൊരെന്തോ സംഭവം നടക്കാൻ പോകുന്ന പോലൊരു പ്രതീതിയാണ്. പിന്നെ എങ്ങോട്ട് പറഞ്ഞു വിടും അവരെ? എങ്ങോട്ട് പറഞ്ഞു വിടും? പാമ്പിരിക്കുന്ന സ്ഥലത്തോട്ട് നിങ്ങൾ അവരെ പറഞ്ഞു വിടും. അവിടെ ചെന്ന് കമഴ്ത്തലായി, തിരിക്കലായി, മറിക്കലായി. ഏതെങ്കിലും ചൊറിച്ചിൽ വന്നാലോ? ചൊറിച്ചിൽ വന്നാൽ എങ്ങോട്ടാ പോവുക? തൊലിപ്പുറത്ത് ചൊറിച്ചിൽ വന്നാൽ എവിടെ പോകും? ആശുപത്രി പോകുന്ന രണ്ടാമത്. ആദ്യം പോകുന്ന മഞ്ഞപ്പൊടിയുമായിട്ട് പാമ്പിനെ കാണാൻ പോകും. പൊതുവെ ഉള്ള കാര്യങ്ങളാണ്. മഞ്ഞപ്പൊടിയുമായിട്ട് പാമ്പിനെ കാണാൻ പോയതിനു ശേഷം നമ്മൾ ആരെ കാണാൻ പോകും? ഡോക്ടറെ കാണാം. ഡെർമറ്റോളജിസ്റ്റിനെ കാണുന്ന രണ്ടാമത്തെ പരിഗണനയാണ്. ആദ്യം പാമ്പ്, രണ്ടാമത് ഡെർമറ്റോളജിസ്റ്റ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ മഹാത്മാക്കൾ പാമ്പിന്റെയും പഴുതാരയുടെയും പുറകെ നടന്നവരല്ല. ഇന്ന് നമ്മൾ അമ്പലം പണിയാൻ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ ഒരു പരിപാടിയിൽ പങ്കെടുത്തു. പെരിനാട് മഹാത്മാ അയ്യങ്കാളി പെരിനാട് നടന്ന വിപ്ലവത്തിൽ പങ്കെടുക്കുകയും അവിടെ ഉണ്ടായിരിക്കുന്ന കലഹം സമാധാനിപ്പിക്കുകയും ചെയ്ത വലിയൊരു സമാധാന സമ്മേളനം നടത്തിയതിൻ്റെ 110ാം വാർഷികമാണ് ഇന്നലെ പെരിനാട് ആഘോഷിച്ചത്. പക്ഷേ ഈ 110 കൊല്ലമായിട്ടും അയ്യങ്കാളിയുടെ ഒരു പ്രതിമ എവിടില്ല? പെരിനാട്ടില്ല. നമ്മുടെ ചരിത്രത്തെ സമ്പൂർണ്ണമായിട്ട് തമസ്കരിക്കുക. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ ഗോപിനാഥൻ മാസ്റ്ററെയും അതുപോലെ തന്നെ കെ എം ട്രസ്റ്റിനെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം മഹാത്മാ കാവാരികുളം കണ്ടൻ കുമാരൻ്റെ ഒരു പേരിലുള്ള ഒരു സാംസ്കാരിക സമുച്ചയം ചെങ്ങന്നൂർ ഉയർന്നു വരുന്നതിന് വേണ്ടി അഹോരാത്രം അദ്ദേഹം പ്രയത്നിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രയത്നിച്ചു എന്നുള്ളത് ആത്മാഭിമാനപരമായ ഒരു പ്രവർത്തനമാണ്. പ്രത്യേകമായി ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള അഭിനന്ദനങ്ങളും ഒക്കെ പ്രത്യേക സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ 110 വർഷമായിട്ട് അയ്യങ്കാളിയുടെ ഒരു പ്രതിമ അവിടെ ഇല്ല എന്ന് വന്ന എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷേ ഒരു കാര്യം അവിടെയുള്ള ദളിതരെല്ലാം കൂടെ ചെയ്തു. 90 ലക്ഷം രൂപയോളം മുടക്കി അവിടെ ഒരു കൃഷ്ണന്റെ അമ്പലം പണിതു. എത്ര ലക്ഷം ചെലവായി? 90 ലക്ഷം. 90 ലക്ഷം മുടക്കി കൃഷ്ണന്റെ അമ്പലം. അവിടെ ഉള്ള തണ്ടാൻ സമുദായക്കാർ എന്ത് ചെയ്തു? അവരും ഏതാണ്ട് 10-75 ലക്ഷം രൂപ മുടക്കി ശിവന്റെ അമ്പലവും പണിതു. സമുദായത്തിന് എന്താ പ്രയോജനം? പൂജാരിക്ക് ഗുണമായി, ദിവസവും വരുമാനമായി. പൂജാരി കാറ് മേടിച്ചു, ബംഗ്ലാവ് പണിതു, തന്ത്രിക്ക് ഗോളായി. നമ്മുടെ സമുദായത്തിന് എന്താ പ്രയോജനം? ആ 90 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഇന്ന് ആ 90 ലക്ഷം രൂപ എനിക്ക് സംശയരഹിതമായി പറയാൻ കഴിയും, ഗോപിനാഥൻ മാസ്റ്ററുടെ കയ്യിലോട്ട് ആ 90 ലക്ഷം കിട്ടുക എങ്കിൽ അദ്ദേഹം ഈ ചെങ്ങന്നൂർ പ്രദേശത്ത് എവിടെങ്കിലും ഒരു സ്ഥലം ഉണ്ടെങ്കിൽ സ്ഥലം വാങ്ങിച്ച് ഒരു സ്കൂള് പണിയാനുള്ള സംരംഭം തുടങ്ങുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സമുദായത്തെ വികസിപ്പിക്കേണ്ടത്. അങ്ങനെ അല്ലാതെ അമ്പലം പണിഞ്ഞ് സമുദായം വികസിക്കത്തില്ല. ഉള്ള അമ്പലം നമ്മൾ വിട്ടുകൊടുക്കാതിരിക്കാനും ശ്രമിക്കണം കേട്ടോ. നമ്മുടെ കയ്യിലുള്ള അമ്പലം നമ്മുടെ കയ്യിൽ തന്നെ വെക്കണം. അത് ദേവപ്രശ്നം എന്നും പറഞ്ഞ് കണ്ട ബ്രാഹ്മണ തന്ത്രിമാർക്ക് തീരെഴുതി കൊടുക്കരുത്. അതും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിച്ചതിൻ്റെ പേരിൽ നാളെ മുതൽ നമ്മുടെ കയ്യിരിക്കുന്ന അമ്പലങ്ങളെല്ലാം കൊണ്ട് നായന്മാർക്കും നമ്പൂതിരിമാർക്കും കൊടുക്കാനല്ല നോക്കേണ്ടത്. നമ്മൾ നന്നായി നോക്കി അത് സമ്പത്ത് ആർജിക്കാനുള്ള പരിപാടി നോക്കണം. നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ തന്ത്രിമാരും പൂജാരിമാരും ഉണ്ടെങ്കിൽ അവർ പൂജിക്കട്ടെ. എന്തിനാണ് ഈ നമ്പൂതിരിമാരെ വിളിച്ചു വരുത്തി പൂജ ചെയ്യിപ്പിക്കുന്നത്? കല്യാണമായാലും നമ്മൾ നമ്പൂതിരി വന്നാലേ കല്യാണം നടക്കുന്നുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്പൂതിരി വന്ന് കല്യാണം നടത്തണം. പിന്നെ ഭയങ്കര ആചാര അനുഷ്ഠാനങ്ങളാണ്. വിളക്ക് തെക്കോട്ടാണോ വടക്കോട്ടാണോ, വെറ്റിലയുടെ തുമ്പ് പടിഞ്ഞാട്ടിരുന്നോ, പാല് കാച്ചുമ്പോൾ തൂവിയത് വടക്കോട്ടാണോ പടിഞ്ഞാട്ടാണോ, ഇല്ലേ, ഗണപതി ഹോമത്തിന്റെ തീ മേളോട്ട് പോയോ താഴോട്ട് വന്നോ, ഇങ്ങനെ അന്ധവിശ്വാസത്തിന്റെ കൂടപ്പുറപ്പുകളായിട്ട് നമ്മൾ അങ്ങോട്ട് മാറിയിരിക്കുക. ചെറുക്കനും പെണ്ണിനും സ്വൈരതയില്ല. നമ്മുടെ സമുദായത്തിന്റെ പല കല്യാണങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളായി ഞാൻ പങ്കുവെക്കുന്നത്. കാരണവന്മാർ മുമ്പേ ഇരിക്കും. ചെറുക്കനും പെണ്ണും യാതൊരു സമാധാനം കൊടുക്കത്തില്ല. തെക്കോട്ട് തിരിഞ്ഞു വടക്കോട്ട് തിരിഞ്ഞു പടിഞ്ഞാട്ടോ ആയിപ്പോയി. ഇതൊക്കെ നമ്മൾ എന്നാണ് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുസരിച്ച് കല്യാണം നടത്താൻ തുടങ്ങിയത്? അമ്പലത്തിൽ പോയി ചോറൂണ് നടത്താൻ തുടങ്ങിയതാണ്. ഇന്നലെ വരെ അമ്പലത്തിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയ ചോറൂണ്, ആറ്റുകാല് ഗുരുവായൂർ ഒക്കെ പോയ ചോറൂണ് നടത്തത്തുള്ളൂ. 36 ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നവരെ അമ്പലത്തിനകത്തോട് കാലുകുത്താത്ത മനുഷ്യരാണ്. ഇന്നിപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല.
പറഞ്ഞു വന്നത് നവോത്ഥാനത്തിൽ നിന്നൊരു പിന്മടക്കം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്ത് നമ്മൾ സൂക്ഷിക്കണം. അത് ബ്രാഹ്മണ പൗരോഹിത്യത്തെ കുത്തിത്തഴപ്പിക്കാനുള്ള പരിപാടികളിലല്ല നമ്മൾ ഏർപ്പെടേണ്ടത്. 52ഓളം വിദ്യാലയങ്ങളാണ് കാവാരിക്കുളം സൃഷ്ടിച്ചെടുത്തത്. തൻ്റെ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പ്രജാസഭയിൽ പുതുതൽ ഭൂമികൾക്ക് വേണ്ടി മഹാത്മാ അയ്യങ്കാളി വാദിച്ചതുപോലെ വാദിച്ചു, ഭൂമി വേണമെന്ന് വാദിച്ചു. പക്ഷേ കുമാരൻ ഭൂമിക്ക് വേണ്ടി വാദിച്ചപ്പോൾ നമ്മൾ ഇന്നെന്താ ചെയ്യുന്നത്? ഞാൻ പല വേദികളിലും നിരന്തരം ആവർത്തിക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഗോപാൽ ഗുരു പറയുന്നൊരു കാര്യമുണ്ട്, ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കണം. നമുക്ക് ഭൂമി നേടിത്തന്നത് ആരാ? കണ്ടൻകുമാരന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് പുതുവൽ ഭൂമികൾ കിട്ടാൻ തുടങ്ങിയത്, ഭൂമി കിട്ടിയത്. ഭൂമിയിൽ മെക്കുമേൽ ഉടമസ്ഥാവകാശമൊക്കെ ലഭിച്ചത് അയ്യങ്കാളിയുടെയും കുമാരൻ്റെയും ഒക്കെ തന്നെയുള്ള നിരവധിയായ പ്രവർത്തനങ്ങളിലൂടെ. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ സന്ധിക്കരുന്ന് ജപിക്കുന്ന എന്താ? ഭംഗിയോടെ ഭൂമി തന്നെ ബ്രാഹ്മണർക്ക് നൽകുവാൻ ഭാർഗവനായി വന്നുദിച്ച രാമരാമ പാഹിമ. എന്തൊരു ചരിത്രപരമായ വൈരുദ്ധ്യമായെന്ന് ആലോചിച്ച് നോക്കൂ. രാമനാണോ നമുക്ക് ഭൂമി തന്നത്? രാമൻ വില്ലുവായിട്ട് വന്നത് താടകയെ കൊല്ലാന്, ദളിതരെ ആദിവാസികളെയും കൊല്ലാന്. പുള്ളിയുടെ ജന്മ ഉദ്ദേശം തന്നെ അതാ, മുസ്ലിങ്ങളെയും ദളിതരെ ആദിവാസികളെ ഒതുക്കുക എന്നുള്ളതാണ് രാമന്റെ അവതാര ലക്ഷ്യം. മധ്യകാലത്ത് എഴുതപ്പെട്ട രാജാനക ജയാനകന്റെ പൃഥ്വിരാജ വിജയം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്. ആ പൃഥ്വിരാജ വിജയം എന്ന് പറഞ്ഞ സംസ്കൃത കാവ്യത്തിൽ പറയുന്നത്, പൃഥ്വിരാജൻ എന്ന് പറയുന്ന രാജാവ് രാമന്റെ അവതാരമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ അവതാര ഉദ്ദേശം? മുസ്ലിങ്ങളെ കൊല്ലുക. എന്തിനാണ് രാമൻ അവതരിച്ചത്? ശംഭുകനെ കൊല്ലാൻ. ഇങ്ങനെ മൊത്തം കൊലപാതകങ്ങളുടെ നീണ്ട നിരയാണ്. കൃഷ്ണൻ കുചേലനെ സഹായിച്ചു, നമ്മളെ ആരെങ്കിലും സഹായിച്ചു? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം കൃഷ്ണൻ ചെയ്തതായിട്ട് ഭാഗവത പുരാണത്തിൽ എവിടെങ്കിലും പറയുന്നുണ്ടോ? എവിടെങ്കിലും? കുചേലനെ സഹായിച്ചു. കുചേലൻ ആരായിരുന്നു? കുചേലൻ ഒരു ബ്രാഹ്മണനാ, അല്ലേ? ബ്രാഹ്മണനായ കുചേലനെ മാത്രമേ ആര് സഹായിച്ചിട്ടുള്ളൂ? ലക്ഷ്മണനല്ല, കൃഷ്ണൻ സഹായിച്ചിട്ടുണ്ട്. വേറെ ആരെയും കൃഷ്ണൻ സഹായിച്ചില്ല. അപ്പൊ കണി കാണേണ്ടത് ആരെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. നമ്മളെ സഹായിച്ചവരെയാണ് നമ്മൾ കളി കാണുന്നത്. എല്ലാവരുടെയും വീട്ടിലൊരു കാവാരിക്കുളത്തിന്റെ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തെ കണി കാണേണ്ടത്, എന്നാലേ രക്ഷപ്പെടത്തുള്ളൂ കേട്ടോ. നമ്മളെ സഹായിക്കാത്ത മനുഷ്യരുടെ പ്രതിമ വെച്ച് കണിക്കൊന്നയും വെച്ച് ചക്കയും മാങ്ങയും വെച്ചാലൊന്നും നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നില്ല, രക്ഷപ്പെടത്തേ അധോഗതിയാണ്. ഗീതാഭാഷ്യത്തിന്റെ ആമുഖത്തിൽ ശങ്കരാചാര്യർ പറയും, ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാൻ ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ അവതരിക്കും. ഭാഗവത പുരാണത്തിന്റെ അവസാനത്തിൽ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ വാസുദേവൻ കലിയുഗത്തിൽ വരുമെന്നാണ് പറയുന്നത്. എന്തിനാ? ശങ്കരാചാര്യ പറയും, ബ്രാഹ്മണത്വസ്യ രക്ഷണാർത്ഥം, ബ്രാഹ്മണ്യത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് പുള്ളി വരുന്നത്. നമ്മളെ രക്ഷിക്കാനാണോ? KM ട്രസ്റ്റിന് ഭൂമി തരാനാണോ പുള്ളി വരാൻ പോകുന്നത്? അല്ല, നമ്മൾ ഒതുക്കാൻ, അതിന് ഭൂമി ഉണ്ടെങ്കിൽ തട്ടിയെടുക്കാനും കൂടെ വരാൻ പോകുന്നത്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തഥാത്മാനം സൃജാമ്യഹം. എപ്പോഴാണോ യഥാ യഥാ ഹി ധർമ്മസ്യ, ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നത്, തഥാ അപ്പോൾ മമ ആത്മാനം സൃജാമ്യഹം, അപ്പൊ എൻ്റെ ആത്മാവ് പ്രവർത്തിക്കും. എന്തിനാ? അധർമ്മത്തെ ഇല്ലാതാക്കി ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ. എന്താണ് ആ ധർമ്മം എന്ന് വളരെ കൃത്യമായി ഭാഗവത പുരാണത്തിൽ പറയുന്നുണ്ട്. ധർമ്മം എന്ന് പറയുന്നത് സനാതന ധർമ്മമാണ്. എന്താണ് സനാതന ധർമ്മം? സനാതന ധർമ്മം എന്ന് പറയുന്നത് ജാതിധർമ്മമാണ്, ചാതുർവർണ്ണ്യമാണ്. ഈ ചാതുർവർണ്ണ്യത്തെ പണ്ടേ പോലെ പുനഃസ്ഥാപിക്കാനാണ് പുള്ളി അവതരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അവതാരമായി എന്നൊക്കെ പാട്ട് പാടുമ്പോൾ സൂക്ഷിച്ചോണം. നമ്മളെ രക്ഷപ്പെടുത്താനല്ലെന്ന, നമ്മളെ അനുഗ്രഹിക്കാനല്ല അവതരിക്കുന്നത്. പറയുമ്പോൾ ചിലപ്പോൾ വിയോജിപ്പുണ്ടായേക്കാം, പക്ഷേ ഇതൊരു സാമൂഹിക യാഥാർത്ഥ്യമാണ്. ഈ കൃതികളെല്ലാം സമഗ്രമായി പരിശോധിക്കുമ്പോൾ നമ്മളെ രക്ഷപ്പെടുത്തുന്ന ഒരു വാക്യം പോലും വേദങ്ങളിലുമില്ല, ഇതിഹാസങ്ങളിലുമില്ല, പുരാണങ്ങളിലുമില്ല, ഒന്നുമില്ല. കേരളത്തിലെ അമ്പലങ്ങളുടെ ഒരു ചരിത്രം പരിശോധിക്കണം. അമ്പലങ്ങളുടെയൊക്കെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടിപ്പോവുക. ഈ ചെങ്ങന്നൂരാണല്ലോ തിരുപ്പുലിയൂർ ക്ഷേത്രം. ഈ തിരുപ്പുലിയൂർ ക്ഷേത്രം ആദ്യകാലത്ത് ആരുടെ ആയിരുന്നു?
തിരുപ്പുലിയൂർ ഗ്രന്ഥവരി എന്ന് പറയുന്ന ഗ്രന്ഥവരിയുണ്ട്. ആ ഗ്രന്ഥവരിയിൽ പറയുന്നത് ഈ പുലിയൂർ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച കാവുകളും പുലയരുടെയും പറയരുടെയും ആയിരുന്നു എന്നാണ് തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത്. ഇന്ന് നമുക്ക് അവിടേക്ക് വല്ലതും പ്രവേശനം ഉണ്ടോ? ഇല്ല. മധ്യകാലഘട്ടത്തിൽ എഴുതപ്പെട്ട തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയില് പുലിയൂർ ക്ഷേത്രവും അനുബന്ധ കാവുകളും പുലയരുടെയും പറയരുടെയും ആയിരുന്നു എന്നാണ് തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയുന്നത്. തിരുപ്പുലിയൂർ ഗ്രന്ഥവരിയിൽ പറയും, കൂന്തൽ എന്നൊരു ഭൂതം അതിന് ശാസ്താവായി നിവേദ്യം. തിരുപ്പുലിയൂർ കാവില് കൂന്തൽ എന്ന് പറഞ്ഞൊരു ഭൂതം ഉണ്ടായിരുന്നു. ആ ഭൂതത്തെ ബ്രാഹ്മണർ എന്താക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. കൂന്തൽ ആരുടെ ദൈവമായിരുന്നു? കൂന്തൽ നമ്മുടെ ദൈവമായിരുന്നു. ആ കൂന്തലിനെ ഇന്ത്യൻ ബ്രാഹ്മണ്യം, കേരളത്തിലേക്ക് കടന്നു വന്ന നമ്പൂതിരി ബ്രാഹ്മണ്യം എന്താക്കി മാറ്റി? ശാസ്താവാക്കി മാറ്റി. നമ്മുടെ ദൈവങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പരിപൂർണമായിട്ട്. ചാത്തനും മറുതയും മാടനും എല്ലാം ഇല്ലാതായി. ദൈവങ്ങളെല്ലാം പൂണൂലിടിയിച്ച് ബ്രാഹ്മണ പൂജാരിമാർ പൂജിക്കാൻ തുടങ്ങി. നമുക്ക് ശ്രീകോവിലിനകത്തേക്ക് പ്രവേശനമില്ല. എറണാകുളത്ത് വടയമ്പാടി എന്ന് പറയുന്ന സ്ഥലത്തൊരു ഭീകരമായ അതിക്രമം നടന്നു. വടയമ്പാടിയിൽ പുലയരുടെ ഒരു കാവുണ്ടായിരുന്നു. ദേവപ്രശ്നം നടന്നു. ആ കാവിലെ ദൈവത്തെ ഒരു ക്ഷേത്രം പണിത് ശ്രീകോവിലിനകത്താക്കി. ബ്രാഹ്മണ തന്ത്രിയെ പൂജാരിയാക്കി. അവിടെ പൂജിച്ചുകൊണ്ടിരുന്ന കാരണവർ അതോടുകൂടി പുറത്തായി. അമ്പലം പണിത് വലിയ മതിലും കെട്ടി. ദളിതർ പുറത്തായി. വടയമ്പാടി ജാതി മതിൽ സമരം ഈ സംഭവത്തെ തുടർന്നുണ്ടായതാണ്. അതുകൊണ്ട് നമ്മുടെ കാവുകളും കുളങ്ങളും ഒക്കെ ജ്യോത്സ്യന്മാരെ വിളിച്ച് ദേവപ്രശ്നം വെച്ച് ബ്രാഹ്മണ്യത്തിന് തീറെഴുതി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ അഗാധമായി ആലോചിക്കണം. നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ സ്വത്താണ് നഷ്ടപ്പെടുന്നത്. ഭാവിയിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്തേണ്ട വരുമാന മാർഗങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോകുന്നത്. അതിൽ നമ്മൾ ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും തിരിച്ചറിയേണ്ട ഒരു വിഷയം. പറഞ്ഞു വന്നത്, എന്തായിരുന്നു നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി പാരമ്പര്യ മൂല്യങ്ങളുടെ വിച്ഛേദമായിരുന്നു. കാവാരിക്കുളം കണ്ടൻ കുമാരൻ പുതിയൊരു ജാതി ഉണ്ടാക്കുക അല്ല ചെയ്തത്. ജാതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു സമുദായം ഉണ്ടാക്കുക ചെയ്തത്. ബ്രഹ്മരക്ഷ പ്രത്യക്ഷ സഭ എന്ന പേര്, ബ്രഹ്മപ്രത്യക്ഷ സഭ എന്ന പേര് പ്രത്യക്ഷ സഭയാണ്. അപ്പൊ അതുവരെ നിലനിന്ന ജാതിയിൽ നിന്നും പുതിയൊരു ആധുനികമായ സങ്കല്പത്തെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുക. സഭ എന്നൊരു വാക്ക്, നമ്മൾ കേരളത്തിന്റെ ചരിത്രത്തിൽ സഭ എന്ന വാക്ക് ആദ്യമായിട്ട് വരുക. അതുവരെ സഭയില്ല. അതുവരെ ഇന്ത്യയിൽ കേരളത്തിൽ ജാതികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ജാതികളായിട്ട് നിലനിന്ന മനുഷ്യരെ സഭയായിട്ട് കുമാരൻ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്, മഹാത്മാ സംഘടിപ്പിച്ചു എന്നുള്ളതാണ്. ഇത് നമുക്ക് മറ്റു പലരിലും നോക്കിയാൽ അറിയാം. പൊയ്കയിൽ അപ്പച്ചൻ എന്താ സങ്കല്പിച്ചത്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭയാണ്, അതും സഭയാണ്. നാരായണ ഗുരു എന്താണ് ഉണ്ടാക്കിയത്? ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ് ഉണ്ടാക്കിയത്. അയ്യങ്കാളി എന്താണ് സൃഷ്ടിച്ചെടുത്തത്? സാധുജന പരിപാലന യോഗമാണ്, പരിപാലന സംഘമാണ്. ഇവിടെ അല്ല ഏതെങ്കിലും ജാതി സംഘടനകളാണോ ഇവരെല്ലാം ഉണ്ടാക്കിയത്? അല്ല, ഇവരെല്ലാം ഉണ്ടാക്കിയത് സമുദായ സംഘടനകളാണ്. അതുകൊണ്ടാണ് പാമ്പാടി ജോൺ ജോസഫ് പ്രജാസഭയിൽ പറയും, പ്രജാസഭയിൽ അദ്ദേഹം പ്രധാനമായിട്ട് പറയുന്നത്, ഞങ്ങൾ ജാതികളല്ല, ഞങ്ങൾ സമുദായങ്ങളാണ്, ഞങ്ങൾ ചേരമരാണ്, ഞങ്ങൾ സാംബവരാണ്, ഞങ്ങൾ പറയജാതി അല്ല, ഞങ്ങൾ സാംബവ സമുദായമാണ് എന്നാണ് പാമ്പാടി ജോൺ ജോസഫ് പ്രജാസഭയിൽ പറഞ്ഞത്. അപ്പൊ അതുവരെ നിലനിന്ന ജാതി സങ്കല്പങ്ങളെ കൈയൊഴിഞ്ഞുകൊണ്ട് സമുദായം എന്ന് പറയുന്നൊരു സങ്കല്പം. അതുകൊണ്ട് നമ്മൾ ജാതി സംഘടനകളെന്നല്ല ഇനിയും പറയേണ്ടത്. നമ്മൾ നമ്മുടെ സംഘടനകളെ വിളിക്കേണ്ടത് സമുദായ സംഘടനകളെന്നാണ്. സമുദായമാണ് നമ്മൾ. ഇന്ത്യയിൽ വ്യത്യസ്ത സമുദായങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിലനിന്ന വ്യത്യസ്ത സമുദായങ്ങളെ ജാതികളാക്കി മാറ്റിയതാരാണ്? ഇന്ത്യൻ ബ്രാഹ്മണ്യമാണ് നമ്മളെ ജാതിയാക്കി തരംതിരിച്ച് മാറ്റിയത്. അതുകൊണ്ട് നമ്മൾ ജാതി സംഘടനകളെന്നല്ല പറയേണ്ടത്, നമ്മൾ സമുദായ സംഘടന എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. ജാതിമൂല്യബോധങ്ങളിൽ നിന്ന് വിട്ട് ആധുനികമായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ഉന്നതമായ മൂല്യബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് നവോത്ഥാനം എന്ന് പറയുന്ന സാമൂഹ്യ ഭാവന വിരിഞ്ഞു വന്നത് എന്നുള്ളതാണ്. അരുവിപ്പുറത്ത് 1888 നാരായണ ഗുരുസ്വാമികൾ പ്രതിഷ്ഠ നടത്തി. എന്തായിരുന്നു ആ പ്രതിഷ്ഠയുടെ സാരം? പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുസ്വാമികൾ എഴുതി വെച്ചു, ജാതിഭേദം, മതദ്വേഷം
ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ എല്ലാവരും സഹോദരങ്ങളായി കഴിയുന്ന ഇടമാണിത് എന്ന് ഗുരുസ്വാമികൾ എഴുതി വെച്ചു. അതിനു മുമ്പുള്ള ക്ഷേത്ര സങ്കല്പങ്ങളിൽ ക്ഷേത്രങ്ങളിൽ എല്ലാവർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. ദൈവങ്ങളെല്ലാം പൂണൂലിട്ട ദൈവങ്ങളായിരുന്നു. പൂണൂലിടാത്ത ഒരു ദൈവം ഉണ്ടായിരുന്നില്ല. യഥാർത്ഥത്തിൽ അയ്യപ്പന് പൂണൂലുണ്ടായിരുന്നില്ല കേട്ടോ. ഈ കണ്ഠരര്, മഹേശ്വരരും ഇരുമാരും എല്ലാം കൂടെ ചേർന്ന് അയ്യപ്പനെ പൂണൂലിടിയിച്ചതാണ്. അയ്യപ്പൻ സാധാരണക്കാരുടെ ദൈവമായിരുന്നു. അയ്യപ്പൻ കേരളത്തിലെ പിന്നോക്കക്കാരുടെ ദൈവമായിരുന്നു. അയ്യപ്പൻ ഇന്ത്യയിലെ ആദിവാസികളുടെയും ദളിതരുടെയും ദൈവമായിരുന്നു. ശബരിമല കേരളത്തിലെ ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും ആരാധന കേന്ദ്രമായിരുന്നു ശബരിമല. ആ ശബരിമലയിലേക്ക് സാമുവൽ മറ്റീറിന്റെ ഞാൻ കണ്ട കേരളം എന്ന് പറഞ്ഞ യാത്രാവിവരണ ഗ്രന്ഥത്തിൽ പറയുന്നത്, അദ്ദേഹം ശബരിമലയിൽ ചെല്ലുമ്പോൾ കാണുന്നത് താളനാനി അരയൻ എന്ന് പറയുന്ന മലയരെ പുരോഹിതൻ അയ്യപ്പനെ പൂജിക്കുന്നതായിട്ടാണ് ആര് കാണുന്നത്? സാമുവൽ മറ്റീർ കാണുന്നത്. എത്ര പെട്ടെന്ന് ആ മാറ്റം ഉണ്ടായത്! മലയരേര് പൂജിച്ചുകൊണ്ടിരുന്ന അയ്യപ്പൻ ആ മലയരേരെ പുറത്താക്കിയിട്ട് ഇപ്പൊ ആരാ പൂജിക്കുന്നത്? ബ്രാഹ്മണര് ആ സ്ഥലം കയ്യേറി കഴിഞ്ഞു. എന്തൊരു ഭീകരാവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ വരുമാനം മുഴുവൻ ആരുടെ പോക്കറ്റില? ബ്രാഹ്മണരുടെ പോക്കറ്റില. നോക്കൂ, ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ മോഷണക്കുറ്റം ആരോപിച്ചവരെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിപ്പ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. ഒരു കുറ്റം ചെയ്യാതെ എന്തായാലും കുറ്റം ചെയ്തോ? ബിന്ദു ഒരു തെറ്റും ചെയ്തില്ല. പക്ഷേ ശബരിമലയിൽ നിന്നും കോടിക്കണക്കിന് രൂപ പോറ്റി അടിച്ചു മാറ്റിയിട്ടും ഒരു പ്രശ്നവുമില്ല. കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പോലീസുകാർ ചെന്ന് പോറ്റിക്ക് സംഭാരം വാങ്ങിച്ചു കൊടുത്തു. അതാണ് പോറ്റിയും ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റേറ്റിന്, പോലീസിന് ദളിതരോടും പോറ്റിയോടുമുള്ള സമീപനത്തിന്റെ വ്യത്യാസം. പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാവും. ഒരു സവർണനോട്, ഒരു മധ്യമജാതിയോട്, ഒരു കീഴാളനാക്കപ്പെട്ട മനുഷ്യനോടുള്ള പോലീസിന്റെ പെരുമാറ്റം എങ്ങനെ? വളരെ വ്യത്യാസമാണ്. വളരെ കൃത്യമായിട്ട് വിവേചനം കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ബിന്ദു എന്ന് പറയുന്ന ദളിത് സ്ത്രീ. ദളിതർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടി ഫണ്ട് കൊടുത്തു. അങ്ങനെ ഫണ്ട് കൊടുത്തപ്പോൾ അടൂര് പറഞ്ഞു അഴിമതി നടക്കുന്നു. എം.എൻ. കാരശ്ശേരിയും സക്കറിയയും മുഖ്യമന്ത്രിക്ക് കത്തെഴുതി, അഴിമതി പാടില്ല, അനുവദിക്കാൻ പാടില്ല. ശബരിമലയിലെ പോറ്റി സ്വർണം മുഴുവൻ കട്ടുകൊണ്ട് പോയിട്ടും കാരശ്ശേരിക്കും അടൂർ ഗോപാലകൃഷ്ണനും കത്തെഴുതണ്ട മുഖ്യമന്ത്രിക്ക്. നമ്മളിത് മനസ്സിലാക്കണം. ദളിതരോടും പോറ്റിയോടുമുള്ള ഈ അടൂർ ഗോപാലകൃഷ്ണന്റെയും എം.എൻ. കാരശ്ശേരിയുടെയും സക്രിയയും ഉൾപ്പെടെയുള്ള ആളുകളുടെ സമീപനത്തിന്റെ വ്യത്യാസം. 158 കോടി രൂപയാണ് നമുക്ക് കിട്ടാനുള്ളത്. 158 കോടി രൂപ ഫെലോഷിപ്പായിട്ടും ഈ ഗ്രാൻഡായിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ലഭിക്കാനുള്ള 158 കോടിയാണ്. NSSനാണെങ്കിൽ ഈസി ആയിട്ട് കൊടുക്കും. EWS സംവരണം അനുവദിക്കാൻ NSSന് 100 ഗ്രാം മൈദ ചെലവഴിക്കേണ്ടി വന്നോ? ഇപ്പൊ KM ട്രസ്റ്റിന് ഒരു കെട്ടിടം ഭൂമിയും കിട്ടാൻ ഗോപിനാഥ മാസ്റ്ററോട് ചോദിച്ചാൽ അറിയാം എന്തുമാത്രം ചെരുപ്പ് തേഞ്ഞിട്ടുണ്ടെന്ന്. 10-20 ചെരുപ്പ് തേഞ്ഞ് കാണും ചിലപ്പോൾ. അത്രമാത്രം അതിന്റെ പിറകെ പേപ്പർ വർക്കുകളും മറ്റു കാര്യങ്ങളായിട്ട് സജി ചെറിയാനെ കാണാൻ പോയിട്ടുണ്ടാവും. അത്ര കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ട്. പക്ഷേ ശൂദ്രന്മാർക്ക് ഇത് നേടിയെടുക്കുന്നതിന് 100 ഗ്രാം മൈദയുടെ പോലും ചെലവില്ല. അങ്ങോട്ട് കൊണ്ട് താലത്തിൽ വെച്ചു വിടാ. EWS സംവരണം കയ്യില താളത്തിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. നമുക്കാണെങ്കിലോ നമ്മുടെ കുട്ടികൾ ഇപ്പോഴും ഈ ഗ്രാൻഡിന് സ്കോളർഷിപ്പുകൾക്കുമായിട്ട് സർക്കാരിന്റെ പടിവാതിൽ മുട്ടി നടക്കേണ്ട അവസ്ഥയാണ്. കേരളത്തിലെ ധാരാളം എയ്ഡഡ് സ്കൂളുകളും എയ്ഡഡ് വിദ്യാലയങ്ങളും സ്കൂളുകളും കോളേജുകളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും ഒക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ഞാൻ മറ്റു പല വേദികളിലും ആവർത്തിക്കുന്ന കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കരുത്. ഗോപാൽ ഗുരു പറഞ്ഞതുപോലെ ചില കാര്യങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കണം. നമുക്കവിടെ വല്ലതും സംവരണം ഉണ്ടോ? ഒരു സംവരണവും ഇല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികകളിലും സ്കൂളിലെ അധ്യാപക തസ്തികകളിലും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരുടെ പ്രാതിനിധ്യം വട്ടപൂജ്യം. കാവാരിക്കുളം തുടങ്ങിയ പല സ്കൂളുകളും സർക്കാർ ഏറ്റെടുത്തു. PSC വഴിയുള്ള നിയമനത്തിലല്ലാതെ പട്ടികജാതിക്കാർക്ക് യാതൊരു പ്രാതിനിധ്യവും ഇല്ല. പൊതുപണം മുഴുവൻ എങ്ങോട്ടാണ് ഒഴുകുന്നത്? പൊതുപണം മുഴുവൻ സവർണ മധ്യമ ജാതികളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്.
യഥാർത്ഥത്തിൽ ഭാവിയിൽ സാധിക്കുമെങ്കിൽ ഇത്തരം ഒരു സാംസ്കാരിക സമുച്ചയം നമുക്ക് സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കരുതുന്നത് KM ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്ക് നാളെ തീർച്ചയായും ഒരു കോളേജോ സ്കൂളോ ഉണ്ടാക്കാൻ സാധിക്കും. സമുദായത്തിൻ്റെ അഭ്യുന്നതിക്കായിട്ട് ഒരു സ്കൂളോ കോളേജോ ഉണ്ടാക്കാൻ നമ്മൾ അഗാധമായി പരിശ്രമിക്കണം. നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനം ഇരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ഒക്കെ നടത്തുന്നതിലൂടെ. മറ്റു സമുദായങ്ങളൊക്കെ തന്നെ ശക്തി പ്രാപിച്ച അത്തരം സ്ഥാപനങ്ങൾ സൃഷ്ടിച്ചെടുത്തിട്ട്, അതുകൊണ്ട് നമ്മൾ കച്ചവടം ചെയ്യണം, ബിസിനസ് സൃഷ്ടിച്ചെടുക്കണം, അതിനുവേണ്ടിയുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അന്വേഷിച്ചറിയണം, അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിക്കണം. അങ്ങനെ നമ്മൾ സ്വയം ഒരു സാംസ്കാരിക സാമൂഹ്യ രാഷ്ട്രീയ മൂലധനം നമ്മൾ സൃഷ്ടിച്ചെടുക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സമുദായത്തെ രാഷ്ട്രീയപരമായിട്ട് പരിവർത്തിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അതിനുള്ള അഗാധമായ ഇടപെടലുകളാണ് നമ്മൾ നടത്തേണ്ടത്. അത്തരം ഇടപെടലുകൾക്ക് തുടക്കം സൃഷ്ടിച്ച മഹാത്മാവാണ് കാവാരിക്കുളൻ കണ്ടൻ കുമാരൻ. അദ്ദേഹത്തിൻ്റെ ജീവിതവും ദർശനവും പ്രവർത്തനവും ഒക്കെ നമ്മൾ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ എങ്ങനെയാണ് ഒരു സമുദായത്തെ അദ്ദേഹം ഭാവന ചെയ്തത്, ഒരു സമുദായത്തെ പുരോഗമനാത്മകമായി മുന്നോട്ടെടുത്തത് എന്ന് ഇന്ന് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹം ആരുടെ അടിമയായിരുന്നില്ല, ഒരു ബ്രാഹ്മണ്യത്തിലും അടിമ കിടക്കാൻ അദ്ദേഹം പോയില്ല. അദ്ദേഹം ഇന്ത്യൻ ബ്രാഹ്മണ്യത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, ആർഷഭാരത സംസ്കാരത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്കൂളുകളും ഒക്കെ ആരംഭിച്ചത്. പുതുവൽ ഭൂമികൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. ഈ ഭൂമിയൊക്കെ ദേവസ്വമെന്നും ബ്രഹ്മസ്വം എന്നൊക്കെ പറഞ്ഞ് നമ്പൂതിരിമാരും സവർണരും കൈയടക്കിയപ്പോൾ ഞങ്ങൾക്ക് ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമുദായത്തിലെ ജനങ്ങൾക്ക് ഒരു സ്വത്വം പ്രദാനം ചെയ്തു മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ. നമ്മൾ ചരിത്രം മറന്നു പോകരുത്. ചരിത്രം മറന്നു പോയാൽ നമ്മുടെ കുട്ടികൾക്ക് ചരിത്രമില്ലാതെ പോകും, അവർക്കൊരു അടിത്തറയില്ലാതെ പോകും. നമ്മൾ വേണ്ട എന്താണ്? ഇപ്പോൾ തന്നെ സംവരണം പല നിലയിൽ അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥാവിശേഷത്തിലൂടെയാണ് നമ്മുടെ രാജ്യം കടന്നു പോകുന്നത്. സംവരണമില്ലാത്ത സ്ഥലങ്ങളിലൊന്നും ദളിതരില്ല, പട്ടികജാതിക്കാരെങ്ങും ഇല്ല. എയ്ഡഡ് സ്ഥാപനങ്ങൾ അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. മാധ്യമ സ്ഥാപനങ്ങൾ അതിൻ്റെ മറ്റൊരു തെളിവാണ്. ഏതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ ദളിതരുണ്ടോ? ഇല്ല. ഒരു ന്യൂസ് റീഡർ ആയിട്ടുള്ള ഒരാൾ, ദളിതനായിട്ടുള്ള ഒരു ന്യൂസ് റീഡറെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. മാധ്യമ സ്ഥാപനങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡിൽ ദളിതരുണ്ടോ? ഇല്ല. പ്രമുഖമായ വ്യാപാര സ്ഥാപനങ്ങൾ ദളിതർ നടത്തുന്നുണ്ടോ? പരിശോധിക്കണം. ഇങ്ങനെ നമ്മൾ സമഗ്രമായി പരിശോധിച്ച് നോക്കുമ്പോഴാണ് നമുക്ക് ഇന്നിവിടെ ഇങ്ങനൊരു യോഗം കൂടാൻ സാധിച്ചത് തന്നെ ഈ സംവരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് സർക്കാർ ജീവനക്കാരൊക്കെ ഉണ്ടായി വന്നതുകൊണ്ടാണ്. അപ്പോൾ സർക്കാർ ജീവനത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ സർക്കാർ ജീവനക്കാർ ചിന്തിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റി ഡോക്ടർ ബി ആർ അംബേദ്കർ പറയുന്നുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് റെപ്രസെൻറ്റേഷൻ എന്നൊരു വാക്കാണ്. എന്താണ് റെപ്രസെൻറ്റേഷൻ? റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യം. ഒരാൾ സർക്കാർ ജീവനക്കാരനായി പ്രവേശിക്കുന്നതിൻ്റെ അർത്ഥം അയാളുടെ സമുദായത്തിന് പ്രതിനിധിയായിട്ടാണ് ജോലിയിൽ പ്രവേശിക്കുന്നത്. അല്ല, പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് PSC വഴി ജോലി കിട്ടിയാൽ എൻ്റെ എന്തോ കഴിവാണെന്ന്. തീർച്ചയായിട്ടും അയാളുടെ കഴിവുണ്ട്. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെയും അതിനു മുമ്പ് നടന്ന വലിയ പോരാട്ടങ്ങളുടെയും ഫലമായിട്ട് സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് അയാൾക്ക് ജോലി കിട്ടുന്നത്. അതുകൊണ്ട് മറ്റു സമുദായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ളൊരു അധിക ബാധ്യത ആർക്കുണ്ട്? നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ സർക്കാർ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ അങ്ങനൊരു അധിക ബാധ്യതയുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അതെപ്പോഴും ഓർമ്മയിരിക്കണം. അതിന് നമ്മുടെ സമുദായം അവരോട് നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് ചരിത്രം പരിശോധിച്ചോളൂ. അംബേദ്കർ സമുദായത്തിന്റെ നന്ദി പ്രവേശിച്ചല്ല ചെയ്തത്. മാങ്കുകൾ അന്നത്തെ കാലത്ത് തന്നെ അംബേദ്കറിനെ കുറ്റപ്പെടുത്തി. അദ്ദേഹം മഹറുകൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്, മാങ്കുകളെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെയുള്ള ആക്ഷേപം അന്ന് തന്നെ അംബേദ്കർക്കെതിരെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അതൊന്നും പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല, മഹറുകൾക്കും മാങ്കുകൾക്കും വ്യത്യസ്ത ദളിത് സമുദായങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ ജീവിത അവസാനം വരെ ഡോക്ടർ ബി ആർ അംബേദ്കർ പോരാടി. അതുപോലെ സമുദായത്തിൻ്റെ ഒരു സ്വത്വം, ആ ഒരു വീര്യം നമ്മളുള്ളിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ സമുദായത്തിൽപ്പെട്ട ആളുകൾ രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ തുറന്നു കൊടുക്കണം. അസൂയയും വിദ്വേഷവും എല്ലാം ഉപേക്ഷിച്ച് സമുദായത്തിലെ ജനതയ്ക്കായിട്ട് ജീവിതം നമുക്കൊരല്പമെങ്കിലും ഒഴിഞ്ഞു മാറ്റിവെക്കാൻ കഴിയണം. അങ്ങനെ മാറ്റിവെച്ച ആളാണ് മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ. അവർക്കൊക്കെ വേണമെങ്കിൽ സ്വന്തം ജീവിതം നോക്കി മുന്നോട്ട് പോകാമായിരുന്നു, അല്ലേ? സ്വന്തം ജീവിതം വേണമെങ്കിൽ ജീവിച്ചു തീർക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ തീർത്തില്ല. സമുദായത്തിനായിട്ട് ജീവിതം മാറ്റിവെച്ചു. അങ്ങനെ മാറ്റിവെക്കുന്ന
കുറച്ച് ചെറുപ്പക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. ഭാവിയിൽ IAS-കാരും IPS-കാരും ടീച്ചർമാരും രാഷ്ട്രീയക്കാരും ഒക്കെ തന്നെ സാമ്പവ സമുദായത്തിൽ നിന്ന്, പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് ഉണ്ടായി വരുന്ന രീതിയിലുള്ള പരിശീലനം ചെറുപ്പകാലത്ത് തന്നെ കൊടുക്കാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ഭാവിയിൽ ഒരു ശുഭോദർക്കമായ ഭാവി സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ കഴിയത്തുള്ളൂ. അതിനുള്ള സാമൂഹിക സാംസ്കാരിക അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. നവോത്ഥാനം എന്ന് പറയുന്നത് ഒരു പുതിയ ഉണർവായിരുന്നു. ആ പുതിയ ഉണർവ് ഇതിഹാസങ്ങളിലേക്കും പുരാണങ്ങളിലേക്കും പോയി ബ്രാഹ്മണരുടെ കാലി കഴിച്ചൂട്ടുമായിട്ട് അമ്പലങ്ങളിൽ നിന്ന് ഇറങ്ങാതെ നടക്കുന്നതിൻ്റെ പേരല്ല നവോത്ഥാനം. നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തിനെ സംബന്ധിച്ച്, അധികാരത്തെ സംബന്ധിച്ച്, പ്രാതിനിധ്യത്തെ സംബന്ധിച്ച് ആഴത്തിലുള്ള അവബോധത്തോടു കൂടി സമുദായത്തിൻ്റെ രാഷ്ട്രീയ അധികാരത്തിനായി, സാമൂഹ്യ ഉന്നതിക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നവോത്ഥാനം എന്ന് പറയുന്നത്. അത്തരമൊരു പ്രവൃത്തിയിലാണ് മഹാത്മാ കാവാരിക്കുളം കണ്ടൻ കുമാരൻ ഏർപ്പെട്ടത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. ആ ഓർമ്മയെ വളരെ സജീവമായി നിലനിർത്തിക്കൊണ്ട് KM ട്രസ്റ്റിന് ഭാവിയിലൊരു സ്കൂളും ഭാവിയിലൊരു കോളേജും ഒക്കെ ചെങ്ങന്നൂർ തുടങ്ങാൻ സാധിക്കട്ടെ. അതിനുള്ള പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഇച്ഛാശക്തി KM ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കുണ്ടാകട്ടെ എന്ന് അഗാധമായി പ്രത്യാശിച്ചുകൊണ്ട് എന്നെ ഇത്തരം ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് KM ട്രസ്റ്റിൻ്റെ ആദരണീയനായ ചെയർമാൻ, പ്രിയങ്കരനായ എൻ്റെ ആത്മ സഹോദരൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദര തുല്യനായ ചെങ്ങന്നൂർ ഗോപിനാഥൻ അവർകളുള്ള ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദിയും കടപ്പാടും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തട്ടെ. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദ്യങ്ങൾ. നന്ദി, നമസ്കാരം.